സുഹൃത്തുക്കളെ, ലക്ഷദ്വീപിലെ ആന്ധ്രാദ്വീപിലെ ഫിഷ് മാർക്കറ്റിൽ നിന്നും ഞങ്ങൾ കുറച്ച് മീനെടുക്കുകയാണ്. ഒരു 5 മുരൽ അഥവാ തളയം, അതും പിന്നെ ഒരു ചൂരയും. ചൂരമീൻ ഒരെണ്ണത്തിന് 500 രൂപയും മുരലിന് ഒരെണ്ണത്തിന് 300 രൂപയുമാണ് വില. ഞങ്ങൾ 5 എണ്ണം എടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് 250 രൂപക്ക് തന്നു. ഞങ്ങൾ ഈ മീനൊക്കെ വാങ്ങിയത് കറി വെക്കാനല്ല കേട്ടോ, ഞങ്ങളൊന്ന് ചുട്ടു തിന്നാൻ വേണ്ടിയാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ മീൻ ചുട്ട് തിന്നപ്പോൾ അവസാനം അത് കരിഞ്ഞുപോയി. അതിൻ്റെ സങ്കടം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ഇന്ന് അഗത്തിയിൽ നിന്നും ഫൈക്കുലി എന്ന് പറയുന്ന പ്രശസ്ത മീൻ ചുടൽ ടീമിനെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. പണ്ട് കാലം മുതൽക്കേ മീൻ ചുട്ട് തയമ്പിച്ച ഫൈക്കുലി ടീമിൻ്റെ വരവ് ഞങ്ങൾക്കൊരാശ്വാസമായി. എന്തായാലും ഈ തവണ മീൻ കരിയാതെ നല്ല രീതിയിൽ തിന്നാം എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങൾ പണി തുടങ്ങി. മീനുകളെല്ലാം കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നല്ല വസ്ത്രമൊക്കെ അണിയിച്ച് ഞങ്ങളിതാ മൂല ബീച്ചിലേക്ക് കൊണ്ടുപോവുകയാണ്. മീൻ ചുട്ടെടുക്കാനുള്ള വിറകുകൾ ശേഖരിക്കുകയാണ് മറ്റൊരു ടീം. പിന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടി ഞങ്ങളെ നീങ്ങുകയാണ്. ഇന്നിപ്പോൾ മീൻ ചൂടാനായിട്ട് നമ്മൾ പ്രത്യേക ഒരു സാധനമൊക്കെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് കേട്ടോ. കറുത്തിരുണ്ട രാവിൽ വെളുത്ത മണലിൽ ഞങ്ങളുടെ പരിപാടി തുടങ്ങി. വിറകുകൾ ഡബ്ബയിൽ നിറക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. അടുത്തത് നിറച്ച വിറകിലേക്ക് തീ കൊളുത്തലാണ് രണ്ടാമത്തെ പണി. കുട്ടപ്പനാക്കി കൊണ്ടുവന്ന മീനുകൾ ഇനി അതിലേക്ക് എടുത്ത് വെക്കണം. അതിനുള്ള പരിപാടിയാണ് അടുത്തത്. കുറച്ചു കഴിഞ്ഞതിന് ശേഷം അതിനെ കീഴ്മേലൊന്ന് മറിച്ചിട്ടിരിക്കുകയാണ്. ഇനി മീനുകൾ ആ അടുപ്പിൽ കിടന്ന് വേകുമ്പോഴേക്കും കുറച്ച് കരിക്കുകൾ ഞങ്ങൾ ഓടിച്ചേക്കാം. ഇന്ന് ഇഫ്താറിന് കൊണ്ടുവന്ന കരിക്കിലൊന്നും ബാക്കിയുള്ള കരിക്കുകളാണിത്. ഇതെല്ലാവരും ഓരോന്നായി എടുത്ത് ഉടച്ച് ചെത്തി കുടിക്കുകയാണ് ഞങ്ങൾ. അതിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിലെ കായ നമ്മൾ മീനിനോടൊപ്പം കഴിക്കാൻ വേണ്ടിയാണ്. മീനുകൾ പാകമായി വരുമ്പോഴേക്കും കുറച്ച് പാട്ടൊക്കെ പാടി ആസ്വദിക്കാമെന്ന് കരുതി. അങ്ങനെ പാട്ടൊക്കെ പാടി ആസ്വദിച്ച് കഴിയുമ്പോഴേക്കും മീൻ ഏകദേശം പരുവത്തിലായി. 1-2 മീനുകളെടുത്ത് അത് പാകമായോ എന്ന് ടെസ്റ്റ് ചെയ്യലാണ് ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി. ഭാഗ്യം കഴിഞ്ഞ ഓണത്തെ പോലെ കരിഞ്ഞു പോയിട്ടില്ല. നല്ല കറക്റ്റ് പാകമായ രീതിയിലായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ഞങ്ങളുടെ നാട്ടിൽ മുരലെന്ന് പറയുന്ന മീനാണ്. ഇത് ഞാൻ കരുതിയത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് കരുതിയത്. പിന്നെ അതിനിടയിൽ എനിക്കൊരു മീൻ മുട്ടയും കിട്ടി. ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ ഫലഞ്ഞി എന്നാണ് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് അത്. ഈ ഫലഞ്ഞി നല്ല ടേസ്റ്റുള്ള ഒരു സാധനം തന്നെയാണ്. പിന്നെ എല്ലാവരും അവരാൽ കഴിയുന്ന പോലെ ഓരോ ഭാഗത്തു നിന്നും മെല്ലെ മെല്ലെ പറിച്ചെടുത്ത് മെല്ലെ കഴിക്കാൻ തുടങ്ങി. മീനും അതേപോലെ തന്നെ തേങ്ങയും കൂട്ടി ഒന്ന് കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്ന് തന്നെയാണ്. അയ്യോ, അതിനെക്കുറിച്ച് ഒന്നും പറയേണ്ട മക്കളെ. അതൊന്ന് കഴിച്ച് തന്നെ അതിൻ്റെ രുചി അറിയണം. ഇത്രേശമുള്ള മത്തി അതിന്റെ ചെതുമ്പലൊക്കെ ചെത്തി കുടലും മണ്ടൊക്കെ കളഞ്ഞ് അതിന്റെ പുറത്തോട്ട് ഉപ്പും മുളകും കൂടെ തേച്ച് പാടയിലെ അങ്ങനെ നിരത്തി വെക്കും. എന്നിട്ട് അതിന്റെ മീതെ വേറൊരു വാഴവല ഇട്ട് മൂടും. എന്നിട്ട് പൊള്ളിക്കും. വെന്ത് കഴിഞ്ഞാൽ അവന്റെ തലയിലോട്ട് പിടിച്ച് പല്ലിനിടയ്ക്ക് വെച്ച് ഒറ്റ വലിയ മുള്ളു മാത്രം കയ്യിലിരിക്കും. മാതാവേ, എന്നാ സ്വാദാ.
തേങ്ങയും പിന്നെ കരിക്കിൻ്റെ കഷ്ണവും മീനും എല്ലാം പാടെ ചേർത്തിട്ട് നമ്മൾ വായിലിട്ട് ചവച്ചരച്ച് തിന്നാൽ അതിൻ്റെ സ്വാദ് വേറൊന്നും തന്നെ കേട്ടോ. ഇതിനകത്ത് മീനുണ്ടോ ചേട്ടാ? ഇല്ല, ഇതിനകത്ത് കുറച്ച് ലവ് ബേർഡ്സും കുറച്ച് വവ്വാലും മുട്ടയിട്ട് അടയിരിക്കും. ഇനി വല്ല ഉണ്ടോടോ നക്കാൻ? എന്തു സുഖം സക്കറാത്തുൽ മൗത്തെന്തു രസം ഭ്രാന്തായാൽ എന്തു സുഖം സക്കറാത്തുൽ മൗത്തെന്തു രസം ഇനിയുമെത്രയോ നാളൻ വഴി ദൂരമുണ്ട് ഇനിയുമെത്രയോ നാളൻ വഴി ദൂരമുണ്ട് ലൈലാന്റെ കസറിൻ അലങ്കാരം കണ്ട് ലൈലാന്റെ കസറിൻ അലങ്കാരം കണ്ട് ഇതിൽ രണ്ടിങ്ങനെ ഒക്കെ വയ്ക്കും ഒക്കെ വെച്ചത് കസറുണ്ട് അവകാശിയായി ഞാനല്ലാതെ ആരുണ്ട് ഭ്രാന്തായാൽ എന്തു സുഖം സക്കറാത്തുൽ മൗത്ത്. അങ്ങനെ മീനൊക്കെ നല്ല പാകമായ രീതിയിലായിരുന്നു കേട്ടോ. എല്ലാവരും വളരെയധികം നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. തേങ്ങയും പിന്നെ ആ കരിക്കും മീനും എല്ലാം പാടെ തിന്നാൻ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാം പാക്കപ്പ് ചെയ്യുകയാണ്. എല്ലാ സാധനങ്ങളും തിരിച്ച് അതാത് സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് വെക്കാനുള്ള പരിപാടിയിലാണ്. സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോ മീനൊക്കെ ചുട്ട് കഴിഞ്ഞു ഇവിടെ നടത്താൻ പോവുകയാണ്. അപ്പോ കഴിഞ്ഞ തവണ ഞങ്ങളുടെ പരാജയമായിരുന്നു. ഇപ്പൊ അകത്തിയിൽ നിന്നും ഷെയ്ഖുളി ഒരു പ്രത്യേക ടീമിനെ ഇറക്കിയിട്ട് നല്ല സക്സസ് ആയിരുന്നു. പേര് പറഞ്ഞു പേര് അബൂക്കാസി. മറ്റേ ഫൈക്കുളിക്കാരോ പേര് പറഞ്ഞു? അസ്സലാമലൈക്കും ജാഫർ. ഓക്കെ, ഫൈക്കുളി ജാഫർ. പിന്നെ ഞങ്ങൾ ഇന്ന് ഹാപ്പിയായി പോവുകയാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം.